എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതും നല്ല കൊഴുത്ത ഗ്രേവിയിലാണ് കറിയുടെ പാചകവും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ഈസി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ അളവിലുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കറിക്ക് സ്വാദ് കൂട്ടാനായിട്ട് നമ്മളിപ്പോ ഒരു കോഴി എടുക്കുമ്പോൾ 2 കിലോ താഴെയുള്ള കോഴിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു കോഴി വെച്ച് കറി തയ്യാറാക്കുമ്പോഴാണ് മാംസമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അളവിലാണ് വേണ്ടതെങ്കിൽ 2 കോഴി വേണം കേട്ടോ എടുക്കാനായിട്ട്. വലിയ കോഴി നിങ്ങൾ 3 കിലോത്തിന്റെ കോഴി വേണമെന്നും പറഞ്ഞാൽ ചോദിച്ചു വാങ്ങരുത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസുകൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇന്നത്തെ ചിക്കൻ കറി കാറ്ററിംഗ് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. ഒരു തനി നാടൻ രീതിയിലുള്ള പാചകവുമാണ്. നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പാൻ ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് മസാലകൾ ഒന്ന് വഴറ്റിയതിനു ശേഷമാണ് കറിയുടെ ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നത്. 1.5 കിലോ അളവിലുള്ള കോഴി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക്, 7 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ ഒരു തക്കോലത്തിന്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ 3 ചെറിയ ബേ ലീഫ്. ഇനി നമുക്ക് ഈ മസാലകൾ എണ്ണയിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മല്ലി ആവശ്യമായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 15 വറ്റൽ മുളകാണ്. ഇനി നമുക്ക് ഈ മസാലകൾ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകൾ ഒന്ന് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും. മസാലകൾ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കാം. ഞാനിവിടെ 2 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. 1 കിലോ ചിക്കന് 2 സവാള എന്ന കണക്കില് ഞാനിവിടെ 1.5 കിലോ കോഴിക്ക് 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാര് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഗ്രേവി കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത തവണയൊക്കെ ഇതുപോലെ ചിക്കൻ കറിക്കൊക്കെ ഓർഡർ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഒരുവിധം ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. 1 കിലോ ചിക്കന് 2 തക്കാളിയാണ് വേണ്ടത്. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് തക്കാളി ചേർത്താൽ മതിയാകും. ഞാനിവിടെ ഇതുപോലുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ മസാലകൾ നല്ലോണം വഴറ്റിയതിന് ശേഷം അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ബേ ലീഫും എടുത്തു മാറ്റണം കേട്ടോ. അതിനുശേഷമായിരിക്കണം അരച്ചെടുക്കേണ്ടത്. കറുവപ്പട്ട നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ ഭയങ്കര വല്ലാത്ത ഫ്ലേവർ കറിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കറുവപ്പട്ടയുടെ പീസ് എടുത്ത് മാറ്റണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്കാണ് വഴണ്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർക്കാം. വീണ്ടും ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തന്നെ നമുക്കിതൊന്നും കൂടെ വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കൈവശം ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത മല്ലി, മുളക് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 2 സ്പൂൺ അളവിൽ തന്നെ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമെങ്കിൽ 10 ചേർത്താൽ മതിയാകും. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴണ്ട് വരട്ടെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവാള, തക്കാളി ചേരുവകളെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. 1 നുള്ളു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതിൻ്റെ പകുതിയായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറിക്കിട്ടണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഈ ഒരു ഗ്രേവിയുടെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന കറുവപ്പട്ടയും ബേ ലീഫും ഞാനൊന്നെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ള മസാലകളുടെ ചൂടാറി വന്നപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മസാലകൾ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ചിക്കനിലേക്ക് ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. ഇനി പാനിലേക്ക് ചിക്കൻ ചേർക്കാം. അരച്ചെടുത്ത മസാലകൾ ചേർക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് മസാലകൾ മുഴുവനും തന്നെ ഇതിലേക്ക് വാരി ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുള്ള കറുവപ്പട്ടയും ആ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ കൊണ്ട് നല്ലോണം തന്നെ മസാല മുഴുവനും ചിക്കനിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. ചിക്കനിലേക്ക് മസാലകളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കനിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൈയൊക്കെ കഴുകിയിട്ടും മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്നും വെള്ളം ചേർത്തിട്ടില്ല. മസാല ഒന്നും കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുടൻ തന്നെ ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി ചേർക്കാം. 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. പൊടികളും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് മസാലയിലേക്ക് കൊടുത്ത് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്ത ആ ഒരു അരപ്പിൻ്റെ ആ ഒരു വെള്ളമെല്ലാം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം നമുക്ക് ഈ സമയത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നിങ്ങളെടുക്കുന്ന നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരുപാട് നേരമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ഉരുളി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നല്ലവണ്ണം തന്നെ ഇളക്കി വഴറ്റിയെടുത്തിട്ടുള്ളത്. നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറിയിൽ നല്ല ഗ്രേവിയോടുകൂടി തന്നെയാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റി മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാകും. നമ്മുടെ ചിക്കനിലേക്ക് നല്ല മസാലയെല്ലാം പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് കേട്ടോ നമ്മുടെ കറി ആയിട്ടുള്ളത്. കഷ്ണങ്ങൾ വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ചിക്കൻ കറിയിൽ നല്ല കൊഴുത്ത ഗ്രേവി ഉണ്ട്. അതുപോലെ കഷ്ണങ്ങളും ഒന്ന് വേവായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിൽ മസാല പൊതിഞ്ഞിരിക്കുന്നൊരു പരുവമാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഫുൾ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയിൽ അത്യാവശ്യം ഗ്രേവി എല്ലാം ഉണ്ട്. ഒന്നും കൂടെ മസാല ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആയി കിട്ടാനും വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ നല്ല ഗ്രേവിയോടുകൂടി തന്നെയാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള തനിനാടൻ കോഴിക്കറി ഇവിടെ റെഡിയാണ്. ഇതുപോലൊരു ചിക്കൻ കറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ കാറ്ററിംഗുകാര് നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി
തന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ഈ ഒരു കറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.